ബോസ് ഇതാ അടുത്ത ട്വിസ്റ്റുമായി വന്നിരിക്കുന്നു. ബിഗ് ബോസിന്റെ മുൻ മത്സരാർത്ഥിയും സീസൺ 5 വിന്നറുമായ അഖിൽ മാരാർ ഇതാ ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിച്ചിരിക്കുന്നു. അഖിൽ മാരാറെ കൺഫെഷൻ റൂമിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു ബിഗ് ബോസ് സംസാരിച്ചിരുന്നത്. അഖിൽ മാരാർക്ക് ഒരു ടാസ്ക് ലെറ്റർ കൊടുത്തതിനു ശേഷം അത് പൂർണ്ണമായി വായിക്കുവാൻ പറഞ്ഞു. ലാലേട്ടൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഹൗസ് ഇനി ഒരു സർക്കസ് കൂടാരവും ഒരു ഫാക്ടറിയുമായി മാറുവാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. അത് ഇതാ സംഭവിക്കാൻ പോകുന്നു. ഇനിയുള്ള 2 ദിവസത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഒരു ഫാക്ടറിയായി മാറുവാൻ പോവുകയാണ്. നൂദില ചെരുപ്പ് ഫാക്ടറി എന്നാണ് ഫാക്ടറിയുടെ പേര്. നൂദില എന്ന് വെച്ചാൽ നൂറ പ്ലസ് ആദില, നൂദില. അതുകൊണ്ട് തന്നെ നൂറയാണ് ഈ ഫാക്ടറിയുടെ ഉടമ. അതായത് ഈ 2 ദിവസം അവിടുത്തെ സർവാധികാരി നൂറയായിരിക്കും. നൂറയുടെ അസിസ്റ്റന്റ് ആയിരിക്കും ജിഷിൻ. അക്ബറിനും അതുപോലെ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അക്ബറാണ് ഇനിയുള്ള ദിവസത്തിലെ തൊഴിലാളി യൂണിയന്റെ തലപ്പത്തിരിക്കുന്നത്. മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് ലിവിംഗ് റൂമിൽ വന്നിരിക്കുവാൻ പറഞ്ഞു. ടാസ്ക് ലെറ്റർ റെഡിയാണ്, വായിക്കണ്ടേ? എന്നാൽ ഇന്നത്തെ ടാസ്ക് ലെറ്റർ നിങ്ങൾ ആരുമല്ല വായിക്കുവാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഹൗസ്മേറ്റ്സ് പറഞ്ഞു, അപ്പോൾ ഇന്ന് ഹൗസിലേക്ക് ആരോ വരുന്നുണ്ടെന്ന്. അതാ കതക് തുറന്നുകൊണ്ട് അഖിൽ മാരാർ കൺഫെഷൻ റൂമിൽ നിന്ന് വന്നു. എല്ലാവരെയും ആലിംഗനം ചെയ്തതിന് ശേഷം ടാസ്ക് ലെറ്റർ അങ്ങോട്ട് വായിച്ചു കൊടുത്തു. എന്നിട്ട് അഖിൽ മാരാറിന്റെ വക 1-2 ടിപ്സ് കൂടി പറഞ്ഞു കൊടുത്തു. ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം അഖിൽ മാരാറോട് ബിഗ് ബോസ് എന്തിനാണ് ഇവിടെ വന്നത് എന്ന് വ്യക്തമാക്കുവാൻ പറഞ്ഞു. അഖിൽ മാരാർ ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പുതിയ സിനിമ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. അഖിൽ മാരാർ തനിച്ചായിരുന്നില്ല വന്നിരുന്നത്. കൂടെ മുൻ ബിഗ് ബോസ് താരങ്ങളായിരുന്ന സെറീനയും അഭിഷേകും ഉണ്ടായിരുന്നു. ഇരുവരെയും എല്ലാ ഹൗസ്മേറ്റ്സും സ്വീകരിച്ച് അകത്തോട്ടിരുത്തി. എന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എല്ലാം ചുറ്റിക്കാണിച്ചതിന് ശേഷം പുതിയ സിനിമയുടെ ട്രെയിലറും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അവരുടെ ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 7 ലക്ഷ്മിയായിരുന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവർ അവരുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്തു. അവരുടെ സമയം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒണിയൽ പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരു പുകയിട്ടതിന് ശേഷം പുറത്തു പോയാലോ? അഖിൽ മാരാർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു സിഗരറ്റ് വലിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പുതിയ സിഗരറ്റ് റൂമിൽ നിന്ന് ഒരു സിഗരറ്റ് ഒരുമിച്ച് വലിച്ചതിന് ശേഷം പോകാമെന്ന് റിക്വസ്റ്റ് ചെയ്തു. എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ എന്ന് അഖിൽ മാരാറും തീരുമാനിച്ചു. സിഗരറ്റ് വലിക്കുന്നവരുടെ കൂടെ നിന്ന് അഖിൽ മാരാർ സിഗരറ്റ് റൂമിൽ പോയി ഒരു സിഗരറ്റ് വലിച്ചതിന് ശേഷമായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയത്. പോകുന്നതിന് മുമ്പ് എല്ലാവരും ചേർന്ന് ഒരു അടിപൊളി സെൽഫി കൂടി എടുക്കാൻ മറന്നില്ല.